ഹലോ, എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ചേട്ടൻ്റെ മേമയുടെ വീടിൻ്റെ അവിടെ ശിവൻ്റെ അമ്പലം ഉണ്ട്. അപ്പോൾ അവിടെ ശിവരാത്രിയായിട്ട് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വന്നതിൻ്റെ ജസ്റ്റ് ഒരു വ്ളോഗാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. മേമ എന്ന് പറയുന്നത് ചേട്ടൻ്റെ അമ്മയുടെ അനിയത്തിയാണ് കേട്ടോ. മേമനെ കല്യാണം കഴിച്ചിരിക്കുന്നതും തൃശ്ശൂർ തന്നെയാണ് കേട്ടോ, അടുത്തടുത്താണ്. ഇത് മേമയുടെ രണ്ടാമത്തെ പുത്രിയായ ചക്കര അല്ലെങ്കിൽ അവന്തിക. അവളുടെ ഒറിജിനൽ പേര് അവന്തികയാണ്. അവള് വ്ളോഗ് എടുത്ത കാരണം മുഖം പൊത്തി വന്നതാ. ചുള്ളൻ. അവർക്ക് അവിടെ ശിവരാത്രിയുടെ പരിപാടിക്ക് ഡ്രസ് കോഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം അവർ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും ബ്ലാക്ക് ഇടാനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാനാണെങ്കിലോ ബ്ലാക്ക് ഇട്ട് വരികയും ചെയ്തു. അപ്പോൾ അത് പറയായിരുന്നു ചക്കരയുടെ ടോപ്പ് കണ്ട അത് അവൾ മീഷോന്ന് കാണിച്ചാട്ടാ. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. നല്ല അടിപൊളി ടോപ്പായിട്ടുണ്ടായിരുന്നു. ഞാൻ മേമയുടെ സദ്യ കഴിച്ചു. ചേട്ടനാണെങ്കിൽ ചേട്ടന് ഇഷ്ടമുള്ള സേമിയ പായസം കുടിച്ചു, ഒരു ഉണ്ണിയപ്പം കഴിച്ചു, നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയിട്ടാ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാനും ചക്കര എന്ത് ചെയ്തു, ചക്കരയുടെ ടീമിൻ്റെ പൂരം നടക്കുന്നുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അത് കാണാൻ വേണ്ടി പോയിട്ടാ. കുറച്ച് നേരം സെൻറ്ററിൽ പോയിട്ട് മേളം കണ്ടു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോന്നു. ചക്കര അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഒരാൾ ഈ സൗണ്ടൊക്കെ കേട്ട് എണീറ്റു. ഇത് മേമയാട്ടാ. മേമയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് ഈ പറഞ്ഞ മേളവും എല്ലാം പോവാട്ടാ. പൂരം ആനെല്ലാം പോകേണ്ടത് ഇതിൽ കൂടെ തന്നെയാണ്. ഇപ്പം ഈ കാണുന്നത് വേറെ ടീമിൻ്റെ പൂരമായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ഫസ്റ്റ് പോയി, ഇനി ബാക്കിൽ കൂടിയാണ് ഇവരുടെ ടീമിൻ്റെ വരുള്ളൂ കേട്ടോ. അങ്ങനെ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ ഞാനും ചേട്ടനും വീട്ടിൽ പോയിട്ട് കുളി കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് വീണ്ടും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ശിവൻ്റെ അമ്പലത്തേക്ക് പോകണമെന്നുണ്ടായിരുന്നു. എനിക്ക് പകൽ പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വൈകുന്നേരം എന്തായാലും പോകാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങിയത്. അപ്പോൾ ഇതാണ് ശിവൻ്റെ അമ്പലം എന്ന് പറയുന്നത്. അവരവിടുത്തെ തൊഴുതിറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് പായസമൊക്കെ കിട്ടിയിട്ടാണ്. അപ്പോൾ പായസമൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ കുറച്ചേരം ഇരുന്നു. ആ നേരത്തെ അധികം തിരക്കില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് സുഖമായിട്ട് തൊഴുതൊക്കെ ഇറങ്ങാൻ പറ്റിയിട്ടാണ്. എൻ്റെ സൗണ്ട് ഫുൾ പോയിരിക്കുക കേട്ടോ. എനിക്ക് തൊണ്ട വേദന എടുത്തിട്ട് വയ്യ. കുറച്ച് ദിവസമായിട്ട് രാത്രി ഫുള്ള് ഇങ്ങനെ കറക്കുകയാണ്. പൂരം, വേല, വെടിക്കെട്ട്, ഉത്സവം എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് കാറ്റൊക്കെ അടിച്ച് ചെവിടൊക്കെ വേദന എടുത്തിട്ട് വയ്യ. അങ്ങനെ ഞങ്ങൾ തൊഴുതിറങ്ങി കുറച്ച് നേരം അമ്പലത്തിൻ്റെ പുറത്തിരുന്നു. ഭയങ്കര ശാന്തമായി ഇരിക്കുകയാണല്ലോ. അപ്പോൾ ഞങ്ങൾ അവിടെ 5 മിനിറ്റൊക്കെ ഇരുന്ന് വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ പാപ്പൻ്റെ വക ഒരു ഇൻട്രോ ഒക്കെ ഉണ്ടായിരുന്നു. യൂട്യൂബ് ചാനൽ മേമ നാളത്തെ എൻഗേജ്മെന്റിനുള്ള ഒരുക്കത്തിലായിരുന്നു കേട്ടോ. ആൾ ഇപ്പോഴേ തന്നെ ഒരുങ്ങി തുടങ്ങി. ആള് ബ്രൂട്ടീഷ്യൻ ചെയ്യായിരുന്നു. ബ്രൂട്ടീഷ്യൻ അവിടെ വീണ്ടും വരുന്നുണ്ടല്ലേ പൂരം? അല്ല, അവിടെ നിന്ന് വീണ്ടും വരുന്നുണ്ടല്ലേ? ഞങ്ങൾ ഇരുന്നിരുന്ന് വയ്യാണ്ടായി, ഉറക്കം വരുന്നു. കമ്മൽ ഭംഗിയുണ്ടോ? എൻ്റെ ചേട്ടൻ തന്ന ഗിഫ്റ്റാണ് കേട്ടോ കമ്മൽ. പിന്നെ ഇവരുടെ ടീമിൻ്റെ തമ്പോലൊക്കെ അവിടെ നിന്ന് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനും ചേട്ടനും പുറത്തിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ മുഖം തന്നെ കുറേ നേരം ക്യാമറയിൽ നോക്കിക്കൊണ്ടേയിരുന്നു. ഒരു തൊടുതെടുപ്പ് വണ്ണം വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ. അതിൻ്റെ ആവില്ലേ. അങ്ങനെ വെയിറ്റ് ചെയ്തൊരു 9-9:30 കൂടി ഇവരുടെ ടീം അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മേമയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് എല്ലാം കാണാവുന്നത് കൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല, സുഖമായിട്ട് കാണാൻ പറ്റിയിട്ടോ. മാമിക്കൊക്കെ നാളെ ഒരു എൻഗേജ്മെൻറ്റ് ഉണ്ടായിരുന്നു. അവരെ കസിൻ്റെ തന്നെയാണ്. അപ്പോൾ അതിന് ചക്കര ഡ്രസ്സ് ഇട്ട് നോക്കിയിരുന്നു അവിടെ. അവളെന്നെ ഈ വീഡിയോ കാണുമ്പോൾ കൊല്ലോ ആവോ എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഒരു 11 മണിയൊക്കെ ഞങ്ങൾ ഇറങ്ങാൻ നോക്കിയിട്ടാണ്. അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിക്കായിരുന്നു. അവിടെ നിന്ന് എന്താ പറയുക, ഒരു എഴുന്നള്ളിപ്പൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് 11 മണി ഏഴേണ്ട സമയത്ത്. അപ്പോൾ ഇന്നത്തെ ഇവിടെ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട് ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോസ് കണ്ടാൽ വീഡിയോസ് ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ എല്ലാവർക്കും ബായ്.